ലൈബ്രറിയുടെ ലോകത്ത് പതിറ്റാണ്ട് കാലങ്ങളായി പരിചിതമായ ചേർപ്പ് യൂണിയൻ പബ്ലിക് ലൈബ്രറി കെട്ടിടം നാശത്തിന്റെ വിസ്മൃതിയിൽ. ജീർണാവസ്ഥയിലായ ലൈബ്രറി കെട്ടിടവും പരിസരവും സാമൂഹ്യ വിരുദ്ധരുടെ പിടിയിലാണിന്ന്. 9 പതിറ്റാണ്ട് കാലത്തെ വായന ഓർമ്മകളുണ്ട് ചേർപ്പ് യൂണിയൻ പബ്ലിക് ലൈബ്രറിക്ക്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് ലൈബ്രറി കെട്ടിടം. 2000 നവംബർ 8-ന് ലൈബ്രറിയുടെ സപ്തതി മഹോത്സവം നടന്നിരുന്നു. MT വാസുദേവൻ നായരാണ് സപ്തതി ആഘോഷത്തിന് തിരിതെളിയിച്ചത്. 2009 മാർച്ച് 1-ന് VV രാഘവൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് അന്ന് MP ആയിരുന്ന CK ചന്ദ്രപ്പനാണ്. പിന്നീട് പുതിയ ബ്ലോക്ക് കെട്ടിടം 2,80,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ചു. കെട്ടിടം സ്ഥാപിക്കാനുള്ള സ്ഥലം സംഭാവനയായാണ് ലഭിച്ചത്. ചേർപ്പിൽ പൊതുജനങ്ങളെ കാര്യമായി സ്വാധീനിക്കാൻ അക്കാലത്ത് യൂണിയൻ പബ്ലിക് ലൈബ്രറിക്കായെന്ന് ചേർപ്പ് രാജീവ് ഗാന്ധി എഡ്യു ആൻഡ് കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് ഷനിൽ പെരുവനം പറയുന്നു. അങ്ങനെ വളരെ കാലം നല്ല രീതിയിൽ നടന്നിരുന്ന പിന്നീട് വളരെ രാഷ്ട്രീയ താല്പര്യങ്ങളും അതുപോലെ തന്നെ ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങളും കൂടിച്ചേർന്ന് ഇന്ന് ഇതിൻ്റെ അവസ്ഥ ഈ കാണുന്ന വിധത്തിലെത്തി. ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് തലത്തിൽ ലൈബ്രറി കൗൺസിൽ അങ്ങനെയുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകൾ അല്ലെങ്കിൽ ആസൂത്രണങ്ങൾ ഇതിൽ ബന്ധപ്പെട്ട് വീണ്ടും ഇതിനൊരു പുതുജീവൻ നൽകി ഇതിനെ വീണ്ടും ചേർപ്പിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. വർഷങ്ങൾ പിന്നിടുന്നതിനിടെ ഭരണസമിതിയിലെ കെടുകാര്യസ്ഥത ലൈബ്രറിയുടെ നിലനിൽപ്പിനെ ബാധിച്ചു. ഭരണസമിതിക്കുള്ളിലെ തർക്കങ്ങളടക്കം വായനശാലയുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കി. 96 വർഷത്തോളം പഴക്കമുള്ള ലൈബ്രറി കെട്ടിടം നിലവിൽ സാമൂഹ്യ വിരുദ്ധരുടെ പിടിയിലാണ്. തുരുമ്പെടുത്തും കാട് കയറിയും ജീർണാവസ്ഥയിലായി യൂണിയൻ പബ്ലിക് ലൈബ്രറിയും പരിസരവും. പകൽ സമയങ്ങളിലും വൈകുന്നേരങ്ങളിലും കുട്ടികളുടെ സാന്നിധ്യം ഇവിടെ കണ്ടെത്തുന്നത് ആശാവഹമല്ല. രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധരും ഇവിടെ തമ്പടിക്കുന്നതായി പറയുന്നു. നിലവിൽ യൂണിയൻ പബ്ലിക് ലൈബ്രറി പുനഃസ്ഥാപിക്കാൻ അടിയന്തര ഇടപെടലുണ്ടാകണം. ജില്ലാ ലൈബ്രറി കൗൺസിലോ ചേർപ്പ് ഗ്രാമപഞ്ചായത്തോ ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. ജനകീയ കമ്മിറ്റിയുടെ ചുമതലയിൽ യൂണിയൻ പബ്ലിക് ലൈബ്രറിയെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ഷനിൽ പെരുവനം, കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കുട്ടികൃഷ്ണൻ നടുവിൽ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം EV ഉണ്ണികൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MN ഉണ്ണികൃഷ്ണൻ, INTUC ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് VB സുരേന്ദ്രൻ എന്നിവർ ആവശ്യപ്പെട്ടു. അപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വക വായനാശീലം പോലും നഷ്ടപ്പെടുന്നുണ്ട്. ഞാനൊക്കെ ഒരു കാലത്ത് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ റീഡിംഗ് റൂമുണ്ട്. മാസികകൾ, പത്രങ്ങൾ ഒക്കെ വായിക്കാനായിട്ട് ആളുകൾ വന്നിരിക്കുന്നത് കാണാറുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ. ആ സൗകര്യങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടു പോയി. ഇതിപ്പോൾ ഇവിടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. പഞ്ചായത്തിന് സാധിക്കുകയാണെങ്കിൽ ജില്ലാ ലൈബ്രറി കൗൺസിലോ താലൂക്ക് ലൈബ്രറി കൗൺസിലോ ഇടപെട്ട് പഞ്ചായത്തിനെ ഏൽപ്പിച്ചിട്ട് പഞ്ചായത്ത് ഇതിനൊരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് അത് തുടർന്ന് നന്നായിട്ട് നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ക്രമീകരണം പഞ്ചായത്ത് നടത്താൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അതാണ് ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ വലിയ ശല്യം അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു പ്ലാൻ വന്നത്. അധികാരികളുടെ അടുത്തേക്ക് ഇതിൻ്റെ ന്യൂസ് എത്തിക്കുക എന്നുള്ള മുഖ്യ ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനൊരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിലേക്ക് വന്നത്. വായനാശീലം വളരെ കുറഞ്ഞു പോകുന്ന കാലഘട്ടത്തിൽ ഇതിനെ എഴുന്നേൽപ്പിക്കേണ്ട അത്യാവശ്യകത ഇവിടെ ഉണ്ട്. അതിന് എല്ലാ അധികാരികളും മുന്നോട്ട് ഇതിനെ പുനർജനിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് ചേർപ്പ് നിവാസി എന്ന നിലയിലും ചേർപ്പിൻ്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിലും ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു സ്ഥാപനത്തിൻ്റെയിലും മേൽക്കെ കയറിയിരിക്കുമ്പോൾ കാണുന്ന അത് നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ സാധിക്കില്ലെങ്കിൽ ആ സ്ഥാനം ഒഴിഞ്ഞ് അത് അർഹതപ്പെട്ട ആൾക്കാർക്ക് ഏൽപ്പിക്കുക. അത് ഏത് പ്രസ്ഥാനമായിക്കോട്ടെ, ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, എന്തായിക്കോട്ടെ. ഒരു നാട്ടിൽ ഒരു നല്ലൊരു സ്ഥാപനം നശിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് അവർ അതിനുവേണ്ടി വഴിയൊരുക്കി കൊടുക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് പറഞ്ഞ ഇവിടെ രാത്രിയായാലും പകലായാലും ഇപ്പോൾ നേരത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു, അതായത് ഒരു അനാശാസ്ത്ര കേന്ദ്രം പോലെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പല കുട്ടികളുടെ കാര്യങ്ങളും പോലീസ് ഇടയ്ക്ക് വരുന്നുണ്ട്, എക്സൈസുകാർ വരുന്നുണ്ട്. പക്ഷേ കുട്ടികളൊന്നും അത് മൈൻഡ് ചെയ്യാത്ത രീതിയിലൊക്കെയാണ് അവർ പോകുന്നത്. ലൈബ്രറി പുതുക്കുന്നതിനൊപ്പം ചുറ്റുമതിലിന്റെയും ഗേറ്റിന്റെയും തകർച്ച കൂടി പരിഹരിക്കപ്പെടണം. വായന ഇല്ലാതാക്കപ്പെടുന്ന കാലത്ത് വായനശാലയ്ക്ക് പുതിയ മുഖം നൽകി
പൊതുജനങ്ങളെ ആകർഷിക്കേണ്ടതാണ് നാടിന് വേണ്ടത്.